എനിക്കറിയാവുന്നൊരു വീടുണ്ട്, പേര് ഞാൻ പറയത്തില്ല, കാരണം അവരും ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അതുകൊണ്ട് ഒരു അലോഗ്യം ഉണ്ടാക്കണ്ട. ഈ അവിടുത്തെ അച്ചാനൊരൽപ്പം കഞ്ചൂസാ. ഞാനും ഉണ്ട് യോഗത്തിന്. അപ്പം അന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ പൊറോട്ടയും കറിയാണ്. അപ്പം ആദ്യം 2 പൊറോട്ട കൊടുത്തു. അപ്പം ഞാനും ആ വീടുമായിട്ട് വളരെ അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ അന്നേരം ഇരുന്നില്ല. എന്നോട് അവിടുത്തെ മോൻ പറഞ്ഞു, നമുക്ക് പിന്നിരിക്കാം പാസ്റ്റർ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പം ഞാനും ഒന്ന് സഹായിച്ചു വിളമ്പാനൊക്കെ. അപ്പം ഈ അച്ചായം കൊടുക്കാൻ വലിയ താല്പര്യമുള്ള ആളല്ല. ഈ 2 പൊറോട്ട കൊടുത്ത് കൊച്ചാമ്പിള്ളേരൊക്കെ ഇരിക്കുമല്ലോ, 10, 20, 22 വയസ്സുള്ള കഴിക്കത്തില്ലയോ. ഇത് 2 പൊറോട്ട കൊടുത്ത് ഇച്ചിരി ചാറ് വല്ല അതിൻ്റെ മേളിൽ തൂവി ഒരു മുട്ടയാണെന്ന് തോന്നുന്നു കൊടുത്ത് കൃത്യമായിട്ട് കൊടുത്തേച്ച് കൊച്ചു പിള്ളേരില്ലയോ, നല്ല തീറ്റപ്രായത്തിൽ കിടക്കുന്ന പിള്ളേർ, അതുങ്ങൾ ഇരിക്കുക. പിന്നെ സാധനം ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, പൊറോട്ടയും കറി. ഇയാൾ കൊടുക്കുകയല്ല. അപ്പം ഈ മോൻ പറഞ്ഞ അപ്പം ഞാൻ അങ്ങോട്ട് കൊടുക്കാം, നീ അവിടെ പോയി നിൽക്കേ. ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇതിൽ പൊറോട്ടയും പാത്രം എടുത്തോണ്ട് ഒറ്റ ഓട്ട ഇടവഴി പൊറോട്ട വേണമെന്ന് ചോദിച്ചു ഓടി. വേണമെന്ന് പറയുന്നതിന് മുന്നേ പുള്ളി തന്നെ പറഞ്ഞു, ഇടി ആർക്കും പൊറോട്ട വേണ്ട എടുത്ത് വെച്ചേക്കാൻ. അങ്ങനുണ്ട്. നീ കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നെങ്കിൽ നന്നായിട്ട് ചെയ്യണം. അതിന് ഞാൻ ഏറ്റവും ശ്ലാഘിക്കുന്നത് TPM-കാരെയാ. നിങ്ങൾക്ക് അത്ര ഇഷ്ടം വരികയല്ല, എന്നാലും അവിടെ ചെന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. ഒരു ഫുഡ് അവരുടെ കൺവെൻഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്, ഒരു കമ്മിറ്റി അവിടെ ഇല്ല. ഫുഡ് കമ്മിറ്റി ഇവിടെ എല്ലാത്തിനും അങ്ങ് കമ്മിറ്റിയാ. കൊടുക്കുകയല്ല ശരിക്ക്. അവിടെ ഒന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. ഒരു കമ്മിറ്റിയില്ല, സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചങ്ങ് കൊടുക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, കർത്താവിൻ്റെ നാമത്തിന് ചെലവാക്കുമ്പോൾ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞത്, ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ നിങ്ങളുടെ സന്തതികളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ദുഃഖകരമായ ഒരു കാര്യം, എവിടാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച് വീട്ടിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കൊടുത്തത് സിറ്റ് ഔട്ടില്, കാർ പോർച്ചില് നടന്ന കാര്യമാണ്. എവിടാന്ന് ഞാൻ യോഗം കഴിഞ്ഞ് പറയാം. സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലും ആ ഭക്ഷണം കൊടുത്തത്. നല്ല മുറികളും നല്ല ഹാളും ഡൈനിങ് ടേബിളും ഒക്കെ കിടപ്പുണ്ട്. ഞാൻ ഇച്ചിരി താമസിച്ചാ ചെന്നത്, കാരണം അത് കഴിഞ്ഞൊരു മുടിരാത്രി പ്രാർത്ഥനയുണ്ട്. അപ്പൊ ആ പൊതുയോഗം അങ്ങ് സന്ധ്യയ്ക്ക് നിർത്തി. മുടിരാത്രി പ്രാർത്ഥന പ്രസംഗിക്കാനായി എന്നെ വിളിച്ചത്. പൊതുയോഗം സന്ധ്യയ്ക്ക് നിർത്തി. ആ പൊതുയോഗം സന്ധ്യയ്ക്ക് തുടങ്ങി 9-ന് നിർത്തി ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഞാൻ ആ സമയത്താണ് ചെന്നത്, കാരണം അടുത്ത സെക്ഷനിലായി എനിക്ക് ചെന്നപ്പം എനിക്കറിയാവുന്ന പാസ്റ്റർമാരെല്ലാം കാർ പോർച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ചോദിച്ചു എന്നെ, അവര് പറഞ്ഞു ഇവിടെ ഇരുന്നാ മതിയെന്ന്. യവക്കും ഇവനും ഒരു കൂറയില്ലാതെ തെണ്ടി നടന്നവരാ. ഇപ്പൊ ഒരു നല്ല വീട് കിട്ടിയപ്പോൾ 10 ദൈവമക്കൾ വന്നാൽ നിനക്ക് അതിനകത്ത് അന്തസ്സായിട്ട് ഇരുത്താൻ മേലെ. എടാ, പിച്ചക്കാരനാന്നേലും ആരുമായിക്കോട്ടെ, ഏത് നിന്റെ കൂടിരുത്ത് നല്ല മുറിക്കകത്ത് പ്രാർത്ഥന നടത്തുകയല്ല, അന്തസ്സുള്ളിടത്ത് ഇരുത്തുകയല്ല. ഒന്ന് ടെറസിന്റെ മണ്ട്, ഇല്ല വരാന്തേല് ടെറസിന്റെ മണ്ട ടിൻ ഷീറ്റ് ഇട്ടിരിക്കുക. ചൂടും പിടിച്ച് നിങ്ങളെല്ലായിരുന്നു താവേ ചാക്കോച്ചാന് വേണ്ടി പ്രാർത്ഥന വിട്ടിരിക്കണം. പുകഞ്ഞിരുന്ന ശരിയല്ല. ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് ചെയ്യണം. എന്നെ ആർക്കും മിണ്ടാട്ടമൊന്നും ഇല്ലാത്ത അമ്മാമ്മ ഒരു യോഗം വീട്ടോട്ട് വെക്കട്ടെ. എങ്ങനെ വെക്കാനായി? സെറ്റി 3 ജോഡി കിടക്കുക, ഇത് മാറ്റാനും എടുക്കാനും ഒന്നും ഒരു സ്റ്റൂള് പോലും ഇല്ലാഞ്ഞവളാ. സ്റ്റൂള് പോയിട്ട് കൊരണ്ടി, ആകെ ഒരു കൊരണ്ടി, അതിൻ്റെ ഒരു കാലിളകി ഇരുന്നപ്പോൾ ആണി മുണ്ടയിലും കൊണ്ടു, ഉടുത്ത തുണിയും കീറി. എന്നാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഈ സങ്കീർത്തനക്കാരെ പറയുന്നത് സ്പർദ്ധിച്ചു നോക്കുന്നേ? മനസ്സിലായോ? നിനക്ക് നല്ല വീട്, എല്ലാവർക്കും നല്ല വീടുണ്ടാകട്ടെ, എല്ലാവർക്കും വസ്തു തരട്ടെ, എല്ലാവർക്കും വണ്ടി തരട്ടെ. ഞാനതിന് ആഗ്രഹിക്കുന്ന ആളും പ്രാർത്ഥിക്കുന്ന ആളാ. പക്ഷെ അതെല്ലാം ദൈവനാമത്തിന്റെ മഹിമയ്ക്കായിരിക്കണം. കൊടുക്കുന്നെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠത് നല്ലത് ദൈവത്തിന് കൊടുക്കേ. കർത്താവിന് മഹത്വം. നമുക്ക് തരുന്നതല്ല ദൈവം തന്നതാ. അതെല്ലാം ദൈവനാമത്തിന്റെ മഹിമയ്ക്ക് ഉതകണം.